ഉന്നതനാണെങ്കിലും അല്ലെ, എത്ര ഉന്നത, ഞാനിവിടെ പാടി, എത്ര ഉന്നതനാണെങ്കിലും അദ്ദേഹം ദരിദ്രനായി മാറുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു രോഗമാണ്. ഒന്നുകൂടെ പറയാം, എത്ര സാമ്പത്തികമുള്ള വ്യക്തിയും ദരിദ്രനായി മാറുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു രോഗമാണ് എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മോട് പറഞ്ഞു അല്ലെ. ഇതെല്ലാം പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിച്ചറിയുന്ന കാര്യങ്ങൾ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ബയോട്ടോറിയം എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ദൈവത്തിന്റെ കയ്യൊപ്പുള്ള നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം സമ്മാനിച്ച ആ ഒരു മേഖല നമ്മുടെ മുൻപിലേക്ക് വന്നത്. അവിടെ നമ്മുടെ കമ്പനി എടുത്തു കാണിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് എങ്കിലും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ വിജയിക്കാൻ പുറപ്പെടുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും, കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടെന്ന് പറഞ്ഞാലും, അവൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അവന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യം തന്നെയാണ്. അതിന് യാതൊരു തർക്കവുമില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുക. ഒന്നുകൂടെ പറയാം, എത്ര കോടീശ്വരനാണെങ്കിലും അവൻ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവന്റെ ആരോഗ്യത്തെ അവന് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവൻ വെറും വേസ്റ്റ് ആണ്, പാഴാണ് എന്നുള്ളതാണ് പച്ച മലയാളത്തിൽ കേരളീയരുടെ ഭാഷയിൽ, എറണാകുളംകാരുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ബയോട്ടോറിയം മുന്നോട്ട് വെക്കുന്ന ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വെൽനസ് പ്രൊഡക്റ്റുകളെ കുറിച്ച് തന്നെയാണ്. മറ്റുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടതാണ്, എങ്കിലും അതിൻ്റെ അകത്തുള്ള ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ അവസരത്തിൽ പറയാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയാൻ നമ്മുടെ അഗേഷ് സാറിനെ പോലെയുള്ള, അഭിലാഷ് സാറിനെ പോലുള്ള, അതുപോലെ തന്നെ നമ്മുടെ മനോജ് സാറിനെ പോലെയുള്ള ലീഡേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിലൊന്നും ഞാൻ കൈവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാനിവിടെ പറയുന്നത് ഹെൽത്ത് മാത്രമാണ്. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചിലപ്പോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പറയാനുള്ള ആവർത്തന വിരസത കാണാൻ സാധ്യതയുണ്ട്. ഇതൊന്നും പ്രശ്നം, ആവർത്തന വിരസത വരുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ, എനിക്ക് ഇന്ന് രാവിലെ ഒരു കാര്യം ഞാൻ നമ്മളോട് തുറന്നു പറയാം, എനിക്ക് ആരുടെയും കോൺഷ്യസ് മൈൻഡ് ഇവിടെ വേണ്ട. എനിക്ക് ആരുടെയും കോൺഷ്യസ് മൈൻഡ് ഇവിടെ വേണ്ട. ഇന്ന് എന്ത് മൈൻഡാണ് എനിക്ക് വേണ്ടത്? എനിക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് വേണ്ടത്. നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ രാവിലെ നടക്കുന്ന ക്ലാസ്സുകളൊക്കെ യാതൊരു തരത്തിലുള്ള ഗുണകരവുമായി മാറില്ല എന്നും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കും. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ നമുക്ക് തുറന്നു വെക്കാം, കോൺഷ്യസ് മൈൻഡ് മാറ്റി വെക്കുക. ഓക്കെ,